Hello, welcome to our chapter Ecosystem. Today we are discussing the chapter Ecosystem. And the ecosystem ecosystem form the basic structural and functional unit of biosphere. നമ്മുടെ ജീവമണ്ഡലം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എക്കോസിസ്റ്റം ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെൽഫ് റെഗുലേറ്റഡ് ആണ്, അതുപോലെ തന്നെ സെൽഫ് സസ്റ്റെയിൻഡ് ആണ്. എക്കോസിസ്റ്റത്തിന് അറിയാം എന്ത് അത് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുപോലെ എന്തൊക്കെ വേണമെന്നുള്ളതിന് ആ നേച്ചറിന് അതിൻ്റെതായ കഴിവുണ്ട്. നമുക്കറിയാം, നമുക്കൊന്ന് ഒരു പോപ്പുലേഷനിൽ നമുക്ക് മോസ്കിറ്റോ പോപ്പുലേഷൻ കൂടണമെങ്കിൽ ആ മോസ്കിറ്റോനെ കഴിക്കുന്ന ആരുണ്ടായിരിക്കും? ഫ്രോഗ് ഉണ്ടായിരിക്കും അല്ലേ? ആ ഫ്രോഗിനെ കഴിക്കുന്ന ആരുണ്ടായിരിക്കും? സ്നേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും എക്കോസിസ്റ്റം എന്ത് ചെയ്ത് പോകും? ബാലൻസ്ഡ് ആയിട്ടാണ് പോവുക. ഓക്കെ, നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു ജീവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനായിട്ട് സാധിക്കില്ല. നോ ഓർഗാനിസം ക്യാൻ എക്സിസ്റ്റ് ബൈ ഇറ്റ്സെൽഫ് വിത്തൗട്ട് ദ എൻവയറമെന്റ്. നമുക്ക് എൻവയറമെന്റിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണം? മറ്റുള്ള ഓർഗാനിസത്തെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എന്തുണ്ട്? ലിവിങ് ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. ബോത്ത് ലിവിങ് ഓർഗാനിസംസ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് ആർ ദ പാർട്ട് ഓഫ് എക്കോസിസ്റ്റം. കാണാണ്ട് ചോദിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്കോസിസ്റ്റത്തിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞെങ്കിൽ ലാൻഡ് അല്ലേ, അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടറിലെ. അപ്പോൾ നമുക്ക് ഈ ടെറസ്ട്രിയലിൽ കാണുന്ന എക്കോസിസ്റ്റത്തിനെ എന്താക്കാം? ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. മൂന്ന് തരത്തിലുണ്ട്: ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ് ആൻഡ് ഡെസേർട്ട്. ഓക്കെ, അക്വാട്ടിക്കിലാണെങ്കിൽ എങ്ങനെയാണ്? ഫ്രഷ് വാട്ടറും അതുപോലെ തന്നെ സാൾട്ട് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ ലേക്ക്, പോണ്ട്, സ്ട്രീം, വെറ്റ്ലാൻഡ്. വെറ്റ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കോൾപ്പാടങ്ങൾ അല്ലെ, പാടം, അതൊക്കെയാണ് വെറ്റ്ലാൻഡ്. ലേക്ക്, പോണ്ട്, സ്ട്രീം, വെറ്റ്ലാൻഡ്. ഇനി സാൾട്ട് വാട്ടർ ആണെങ്കിൽ എസ്റ്റുറീസും അതുപോലെ തന്നെ എസ്റ്റുറീസ് എന്ന് പറഞ്ഞെങ്കിൽ അഴിമുഖം. ഓക്കെ, കടലും കായലും കൂടി ചേർന്ന സ്ഥലമാണ് ഇത് അഴിമുഖം എന്ന് പറയുന്നത്. മാത്രമല്ല നെക്സ്റ്റ് വണ്ണാണ് സാൾട്ട് വാട്ടറിൽ മാറിയത്. അപ്പോൾ എല്ലാ എക്കോസിസ്റ്റത്തിലും എന്തുണ്ട്? ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടാവും. അവരുടെ ആ ഓർഗാനിസത്തിന്റെ ഈക്വൽ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ആ എക്കോസിസ്റ്റത്തിന്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഇസ് എക്കോസിസ്റ്റം? എക്കോസിസ്റ്റം ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബയോസ്ഫിയർ. ക്ലിയർ ആണല്ലോ അല്ലേ? ആ എക്കോസിസ്റ്റം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് ബോത്ത് അബയോട്ടിക് ഓർഗാനിസംസ് ആൻഡ് ദ ബയോട്ടിക് ഓർഗാനിസം. ഓക്കെ, we are discussing the structure and function of ecosystem. ഞാൻ പറഞ്ഞു എന്ത്? എക്കോസിസ്റ്റത്തിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്: അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, ബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെ ജീവനിലെ വസ്തുക്കൾ അല്ലെ, ടെമ്പറേച്ചർ, സൺലൈറ്റ്, വിൻഡ്, അങ്ങനെയുള്ളതൊക്കെയാണ് എന്ത്? അബയോട്ടിക്. വാട്ടർ, അതൊക്കെയാണ് എന്ത്? അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളാണ് എന്ത്? ബയോട്ടിക് ഫാക്ടേഴ്സ്. ജീവനുള്ളതാണ് എന്ത്? ബയോട്ടിക് ഫാക്ടേഴ്സ്. അവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മൂന്നായിട്ട്: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇപ്പോൾ ഫുഡ് പ്രോസസ് ചെയ്യുന്നവർ ആരാണോ അവരാണ് എന്ത്? ഫുഡ് പ്രോസസ് ചെയ്യുന്ന ആരാണോ അവരാണ് എന്ത്? പ്രൊഡ്യൂസേഴ്സ്. അപ്പം നമ്മളെ പ്ലാന്റ്സ് ആണ് എന്ത് വരിക? പ്രൊഡ്യൂസേഴ്സ്. ആ പ്ലാന്റുകളെ ഉപയോഗിക്കുന്നവരെ, കൺസ്യൂം ചെയ്യുന്നവരെ, നമ്മുടെ ഹെർബിവോറസുകളല്ലേ, അവരാണ് എന്ത്? പ്രൈമറി ആ കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കൺസ്യൂമേഴ്സ് തന്നെ എങ്ങനെ ഉണ്ട്? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. പ്രൊഡ്യൂസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൂ പ്രൊഡ്യൂസ് ദ ഫുഡ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ്. നെക്സ്റ്റ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ്. ഓക്കെ, കൺസ്യൂമേഴ്സ് തന്നെ മൂന്ന് തരത്തിലുണ്ട്. എങ്ങനെയൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ക്ലിയർ ആണോ? ഇപ്പൊ പ്രൈമറി എന്ന് പറയണമെങ്കിൽ അതിൽ ആരുപെടും? ഹെർബിവോറസ്. സെക്കൻഡറി ആണെങ്കിൽ പ്രൈമറി കാർണിവോർസ്, അതായത് ഹെർബിവോറസിനെ കഴിക്കുന്ന കാർണിവോർസ് എന്ന് പറയുന്നത്. ഇനി ടെർഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കുറച്ചും കൂടിയും കൂടിയ ആ ഫുഡ് ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആ ലാസ്റ്റിൽ വരുന്ന ആളുകളാണ് എന്ത്? ടെർഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ അടുത്ത എന്താ ബയോട്ടിക് ഫാക്ടർ ആണ്? ഡീകമ്പോസേഴ്സ് അല്ലെ. എല്ലാവരും ഡെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്ത് ചെയ്യുന്നു? ആ ഓർഗാനിക് മെറ്റീരിയലിനെ ഡീകേ ചെയ്യിക്കണം അല്ലെ. ആ ഡീകേ ചെയ്യിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഡീകമ്പോസേഴ്സിന്റെ ഫംഗ്ഷൻ. ആ ഓർഗാനിക് മെറ്റീരിയൽ ഡീകമ്പോസ് ചെയ്യാണ് എന്ത്? ഡീകമ്പോസേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോസിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് തന്നിരിക്കാം എന്ത് ബേസിലുള്ള ഫംഗ്ഷൻ അനുസരിച്ചിട്ട്: അബയോട്ടിക്കും ബയോട്ടിക്കും. അബയോട്ടിക് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ, വിൻഡ്, വാട്ടർ, സോയിൽ, ലൈക്ക് ദാറ്റ്. ബയോട്ടിക്കിൽ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. സോറി, കൺസ്യൂമേഴ്സിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ടെർഷ്യറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമർ എങ്ങനെയാണ്? ഹെർബിവോറസ്. സെക്കൻഡറി കൺസ്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൈമറി കാർണിവോർസ് ആണ്. ടെർഷ്യറി കൺസ്യൂമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണത്? സെക്കൻഡറി കാർണിവേഴ്സ്. നെക്സ്റ്റ് ആണ് എന്ത്? പ്രൊഡക്ടിവിറ്റി. ഇപ്പൊ നമുക്കറിയാം സൺലൈറ്റ് പ്ലാന്റ് വലിച്ചെടുക്കുന്നു അല്ലെ. അങ്ങനെ സൺലൈറ്റ് പ്ലാന്റ് വലിച്ചെടുക്കുമ്പോൾ ആ എനർജി എന്താണ്? സോളാർ എനർജി അല്ലെ. ഈ സോളാർ എനർജി
ആ കിട്ടുന്ന പ്ലാന്റ് കിട്ടുന്നത് ലൈറ്റ് എനർജി രൂപത്തിലാണ് ഇത് കിട്ടുക, സോളാർ എനർജി കിട്ടുക. ഈ സോളാർ എനർജി എന്തായിട്ട് മാറും? കെമിക്കൽ എനർജി ആയിട്ട് മാറി എന്ത് പെർഫോം ചെയ്യും? അവിടെ ഫുഡ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റർ അവിടെ ഫോം ചെയ്യും. ക്ലിയർ ആണോ? സോളാർ എനർജി അബ്സോർബ് ചെയ്തിട്ട് പ്ലാന്റ് എന്താക്കി മാറ്റും? അവിടെ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ബേസിക് സോഴ്സ് എനർജിയുടെ ബേസിക്സ് എല്ലാ ഓർഗാനിസത്തിനും അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ്? സോളാർ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് ആണ് എന്ത് ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ബൈ ദ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഒരു യൂണിറ്റ് ഏരിയയിലെ പ്ലാന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമാസ് അതല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ക്ലിയർ ആണോ? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ അളവ് അല്ലെ. അപ്പൊ നമുക്ക് എനർജി വേണമെങ്കിൽ സോളാർ എനർജി വേണം. സോളാർ എനർജി ഉപയോഗിച്ചിട്ട് പ്ലാന്റ്സ് ആണ് എന്ത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ പ്ലാന്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ യൂണിറ്റ് ഏരിയയിൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ബയോമാസ് അതല്ലെങ്കിൽ ഓർഗാനിക് മാറ്ററിന്റെ സമ്മ് ആ ടോട്ടലാണ് എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമ്മളെപ്പോഴും റെപ്രസെന്റ് ചെയ്യുക ഐദർ ഇൻ വെയിറ്റ് ആകുമ്പോൾ അതിന്റെ ഗ്രാം ആണ് നമ്മൾ യൂണിറ്റ് അല്ലേ. അതല്ലെങ്കിൽ എനർജി ആണെങ്കിൽ എനർജിയും വെയിറ്റും ആണ് എന്ത് ഈ പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വെയിറ്റും അതുപോലെ തന്നെ എനർജിയും ആണ് പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രൊഡക്ടിവിറ്റി തന്നെ ഞാനിവിടെ എഴുതിയൊക്കെ നോക്കൂ. NPP എന്ന് പറയണമെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, GPP ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, R എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആണ് കേട്ടോ. NPP എന്തായിരുന്നു? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. G എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. R എന്തായിരുന്നു? റെസ്പിറേഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പ്ലാന്റ് കുറച്ച് എനർജി ഉപയോഗിച്ചിട്ട് കുറച്ച് ഫുഡ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടാക്കി ഇല്ലേ. ആ ഫുഡ് മെറ്റീരിയൽ അപ്പോൾ അതെന്താണ്? ആ ഉണ്ടാക്കിയ മൊത്തം എമൗണ്ട് എന്താണ്? അത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് അല്ലെ. അതിൽ നിന്നും പ്ലാന്റ് എന്ത് ചെയ്യും? പ്ലാന്റിന്റെ ആവശ്യങ്ങൾക്കും റെസ്പിറേഷനും വേണ്ടി കുറച്ച് എനർജി ഉപയോഗിക്കും. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് എന്ത് പറയുന്നത്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്? NPP is equal to GPP minus R. NPP എന്ന് പറയുന്നത് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. GPP എന്ന് പറയുന്നത് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. R എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആണ്. പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബയോമാസിന്റെ അളവാണ് എന്ത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്നും പ്ലാന്റ് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ റെസ്പിറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള എനർജി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? NPP അഥവാ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മളെ ഓൾ അറൗണ്ട് ബയോസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ ദ ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 170 ബില്യൺ ടൺസ് 170 ബില്യൺ ടൺസ് എന്താണ്? ഓർഗാനിക് മാറ്റർ ആണ്. ഇതിലെ 70% ഓർഗാനിക് മാറ്റർ വരുന്നത് നമ്മളുടെ ഓഷ്യൻസ് ആണ്. എന്ത് പ്രൊഡക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മളുടെ ആരാണ്? ഓഷ്യൻസ് ആണ്. 70% ഓഷ്യൻസ് ആണ്. ഓരോ എക്കോസിസ്റ്റം വരുന്ന ഓർഗാനിക് മാറ്ററിന്റെ അളവ് വ്യത്യാസമായിരിക്കും, പ്രൊഡക്ടിവിറ്റി വ്യത്യാസമായിരിക്കും. 70% ആണ് ആര്? ഓഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ 170 ബില്യൺ ടൺസ് ആണ് ഒരു ആനുവൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി നമുക്ക് ഓൾ ബയോസ്ഫിയറിൽ നിന്ന് ലഭ്യമാക്കുന്നത്. അതിൽ 70% പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഉൽപ്പാദിപ്പിക്കുന്നത് ഓഷ്യനിലാണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? Secondary productivity is defined as the rate of formation of new organic matter by consumers. അപ്പോൾ ഈ പ്ലാന്റ്സിനെ ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനർജി ഹെർബിവോറസിന് കിട്ടുന്ന എനർജി അല്ലേ, അതല്ലെങ്കിൽ ഹെർബിവോറസിന് ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർണിവോറസിന് കിട്ടുന്ന എനർജി, ആ കിട്ടുന്ന എനർജിയാണ് എന്ത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. Secondary productivity is defined as the rate of formation of new organic matter by the consumers. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പ്രൊഡക്ടിവിറ്റി എന്തായിരുന്നു? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളുടെ സോളാർ എനർജിയാണ് മെയിനായിട്ടുള്ള പ്രൊഡക്ഷന് സഹായിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ആ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഈ സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്? രണ്ട് തരത്തിലെ പ്രൊഡക്ടിവിറ്റി ഫോം ചെയ്യും. ഒന്ന് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. നെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ GPP minus R ആണ് എന്ത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ പ്ലാന്റ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, അതാണ് എന്ത് പറയുന്നത്? പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉപയോഗിച്ച് NPP ആര് കൺസ്യൂം ചെയ്യും? ഇനി
നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലേ, അവർ കൺസ്യൂം ചെയ്യും. എന്നിട്ട് അവരുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ആ പ്രൊഡക്ടിവിറ്റിയാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസ് അല്ലെ, വിത്ത് ഹെൽപ്പ് ഓഫ് ഡീകമ്പോസിസ് എന്തായിട്ട് മാറുക, സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുക. അതുപോലെ തന്നെ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ വേരിയസ് ന്യൂട്രിയൻസ് ആയിട്ട് മാറുക. അതാണ് എന്താ പറയുന്നത്, ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. നോക്കി നോക്ക്, ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, വലിയൊരു പ്ലാന്റ്, ഒരു ട്രീ അല്ലേ, ആ ട്രീയുടെ ലീഫ് വീണു. ആ ലീഫ് വീണുണ്ടെങ്കിൽ അത് അളിയാൻ തുടങ്ങും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഇൻസെക്ട്സ്, മൈക്രോ ഓർഗാനിസംസും ഒക്കെ അതിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ. മഷ്റൂം ആക്ട് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആക്ട് ചെയ്യുക. ഇവർ തിരിച്ചും ആ മെറ്റീരിയൽ എന്ത് ചെയ്യാന്നാണ്, ആ ഓർഗാനിക് മെറ്റീരിയൽ സോയിലേക്ക് ആക്കും. ആ സോയിലിൽ നിന്ന് വീണ്ടും ഇത് ആര് വലിച്ചെടുക്കും, പ്ലാന്റ് വലിച്ചെടുക്കും, അല്ലെങ്കിൽ ട്രീ വലിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് ന്യൂട്രിയൻസ് ഇൻടു simplest inorganic one. Okay, who convert this, decomposes convert this. അപ്പോൾ നമുക്ക് ഇതിൽ എന്തുകൂടി പറയാം, ഇത് ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് വരുമ്പോൾ ഒക്കെ എന്ത് തന്നെയാണ് ഡീകമ്പോസിഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഡെട്രിറ്റസ് എന്ന് കൂടി പറയാം, ഡെട്രിറ്റസ് ലെവൽ. The dead plant parts such as leaves, bark, flowers and dead animals remain. അത് അവരൊക്കെയാണ് നമുക്ക് എന്താണ് ഈ ഡെട്രിറ്റസിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഡെട്രിറ്റസ് ക്ലിയർ ആണോ? അപ്പോൾ ഡീകമ്പോസിഷൻ നമ്മൾ എന്താ പറഞ്ഞത്, decomposition is conversion of large organic materials into simplest one. Decomposition occurs in these 5 steps: fragmentation, leaching, catabolism, humification and mineralization. So what is fragmentation? The breakdown of detritus into small particles by detrivorous like earthworm, that is known as fragmentation. Okay, the next one is leaching. The process by which leaching occurs with the help of വാട്ടറിന്റെ സഹായത്തോടെ എന്ത് ചെയ്ത് സംഭവിക്കുക, അത് മണ്ണിൽ അലിഞ്ഞ് ചെയ്യുക. അതാണ് എന്താ പറയുന്നത്, ലീച്ചിങ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ സഹായത്തോടെ അത് മണ്ണിൽ, അതിന് ഡീപ്പർ ലെയർ ഓഫ് സോയിലിൽ അലിഞ്ഞു ചേരുക. അതിനെ പറഞ്ഞ പേരാണ് എന്ത്, ലീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, കാറ്റബോളിസം. വിത്ത് ഹെൽപ്പ് ഓഫ് ബാക്ടീരിയൽ അതല്ലെങ്കിൽ ഫംഗൽ എൻസൈമോൺ സഹായത്തോടെ ദ കൺവേർഷൻ ഓഫ് ഡീകമ്പോസിംഗ് ഫാക്ടേഴ്സ്, ഡെട്രിറ്റസിലുള്ള, ഡെട്രിറ്റസ് എന്ന് പറയുന്നത് ഡെഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെ, അതിലുള്ള ഡീകമ്പോസിംഗ് മാറ്റർ എന്തായി മാറുക, സിമ്പിൾ ആയിട്ടുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സായി മാറുക. സിമ്പിൾ ഇനോർഗാനിക് മാറ്റർ. The conversion of decomposing detritus into simple inorganic compounds with the help of bacterial and fungal enzymes, that is known as catabolism. Okay. ഇനി ഹ്യൂമിഫിക്കേഷനും അതുപോലെ തന്നെ മിനറലൈസേഷനും ഒക്കെ ഡ്യൂറിങ് ഡീകമ്പോസിഷൻ ദ സോയിൽ. അവരാണ് ഹ്യൂമിഫിക്കേഷൻ ആയാലും മിനറലൈസേഷൻ ആയാലും എന്താണ്, സോയിലാണ് സംഭവിക്കുന്നത്. ഈ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രാവിലെ എണിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ ചെറിയ ചെറിയ കറുത്ത ഒരു ബോൾ കാണാം അല്ലേ. അതാണ് എന്താ പറയുന്നത്, ഹ്യൂമസ് എന്ന് പറയുന്നത്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദ ഡീകമ്പോസിഷൻ leads to the accumulation of darkly colored amorphous substance called humus. Decomposition leads to the accumulation of darkly colored amorphous substance called humus. It is highly resistant to microbial action and undergoes slow decomposition and being colloidal. It acts as a reservoir of nutrients. The humus is further degraded by some microbes, resulting in the release of inorganic nutrient substances into the soil and is known as mineralization. അപ്പോൾ ഈ ഹ്യൂമിഫിക്കേഷനും മിനറലൈസേഷനും എന്താണ്, രണ്ടും ഒരേപോലത്തെയാണ് അല്ലേ, രണ്ട് സോയിലെടുത്താണ്. ആ മെറ്റീരിയലിനെ ഹ്യൂമിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബാക്ടീരിയയുടെ സഹായത്തോടെ അല്ലെങ്കിൽ മൈക്രോബിയൽ ആക്ഷനോടെ അതെന്ത് ചെയ്യാം, അത് ഡാർക്കിൽ അമോർഫസ് കളറായിട്ടുള്ള ഹ്യൂമസ് ആക്കി മാറ്റിയാണ് അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്നത് സ്ലോ ആയിട്ടുള്ള ഒരു ഡീകമ്പോസിഷൻ നടക്കുക. അതെന്തായിരുന്നു, ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള മെറ്റീരിയലാണ് എന്ത് പറയുന്നത്, ഈ ഹ്യൂമസ് എന്ന് പറയുന്നത്. ഈ ഹ്യൂമസിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്യുന്ന ആരാണ്, ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ്. അതെന്താക്കി മാറ്റുന്നു, ചെറിയ ഇനോർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയന്റ് സബ്സ്റ്റൻസ് ആക്കി മാറ്റുക. ഇനോർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയന്റ് സബ്സ്റ്റൻസ് ആക്കി മാറ്റുക. ആ പ്രോസസ്സിന് പറഞ്ഞ പേര് എന്താണ്, മിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഡീകമ്പോസിഷനിൽ പഠിച്ച, ഡീകമ്പോസിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജർ സ്മോളർ ആക്കി മാറ്റുക. അതിൽ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ലീച്ചിങ് ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്, ഹ്യൂമിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മിനറലൈസേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ ഓക്സിജൻ വേണം. അതുകൊണ്ട് ഓക്സിജനുള്ള പ്രോസസ്സൊക്കെ എന്തായിരിക്കും, അത് എയറോബിക് പ്രോസസ് ആയിരിക്കും. ഓക്കെ, ഓക്സിജനുള്ള ഡീകമ്പോസിഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയായിരിക്കും, അത് എയറോബിക് പ്രോസസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ.
ഇനി ഹൈ ടെമ്പറേച്ചർ ആയാലും ലോ ടെമ്പറേച്ചർ ആയാലും ഡീകമ്പോസിഷനെ സഹായിക്കുന്നില്ല. കാരണം ചിലപ്പോൾ മൈക്രോ ഓർഗാനിസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറിലാണ് ഡീകമ്പോസിഷൻ എന്നുള്ള പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ടെമ്പറേച്ചർ മാത്രമല്ല, സോയിലിൻ്റെ മോയ്സ്ചറും അതുപോലെ സോയിൽ കണ്ടൻറ്റും ഒക്കെ ഈ ഡീകമ്പോസിഷനുള്ള ഒരു റെഗുലേറ്റേഴ്സാണ്. സോയിലിൻ്റെ pH കൂടിയെന്ന് വെക്കുക, pH കൂടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗാനിസത്തിന് അവിടെ ഗ്രോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഓർഗാനിസം അവിടെ ഗ്രോ ചെയ്യണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, ആ സോയിലിൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ തന്നെ എന്ത് നോക്കിയിട്ടാണ്, ആ സോയിലിൻ്റെ മോയ്സ്ചറൊക്കെ നോക്കിയിട്ടായിരിക്കും അവിടെ ഡീകമ്പോസിഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എനർജി ഫ്ലോ. എനർജി ഫ്ലോ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ആരാണ്, സൺലൈറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. സൺലൈറ്റിൽ നിന്ന് ആ പ്ലാന്റ് എനർജി വലിച്ചെടുത്തു. പ്ലാന്റ് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ആർക്ക് കൊടുക്കും, ഹെർബിവോറസിന് കൊടുക്കും. ഹെർബിവോറസ് കൺസ്യൂം ചെയ്യുന്നത് പ്രൈമറി കൺസ്യൂമർ, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി കൺസ്യൂമർ, സെക്കൻഡിൽ നിന്ന് ടെർഷ്യറി കൺസ്യൂമർ, അടുത്ത ഇതിൻ്റെ എവിടേക്ക് എത്തും, ലാസ്റ്റ് ആയിട്ട് ഡീകമ്പോസേഴ്സിലേക്ക് നമ്മൾ എത്തും അല്ലേ. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ ഈ എനർജി ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും, യൂണി ഡയറക്ഷനിലായിരിക്കും. യൂണി എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലേക്ക്, പ്ലാന്റിൽ നിന്ന് ഹെർബിവോർ എന്ന് പ്രൈമറി കൺസ്യൂമർ, അങ്ങനെ പോവാം അല്ലേ. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഇവിടെ എത്രയുണ്ട്, 10% വെച്ച്. ഇപ്പോൾ സൺലൈറ്റിൽ നിന്ന് എത്ര ജൂളാണ് കിട്ടിയത്, അതിൻ്റെ 10% മാത്രം ആർക്ക് കിട്ടുള്ളൂ, പ്രൊഡ്യൂസേഴ്സിന് കിട്ടുള്ളൂ. പ്രൊഡ്യൂസേഴ്സിന് 10% ആർക്ക് കിട്ടുക, പ്രൈമറി കൺസ്യൂമേഴ്സിന് കിട്ടുക. പ്രൈമറി കൺസ്യൂമേഴ്സിന് 10% ആണ് ആർക്ക് കിട്ടുക, സെക്കൻഡറി കൺസ്യൂമേഴ്സിന് കിട്ടുക. സെക്കൻഡറി കൺസ്യൂമേഴ്സിൻ്റെ 10% ആണ് ആർക്ക് കിട്ടുക, ടെർഷ്യറി കൺസ്യൂമേഴ്സിന് കിട്ടുക. അപ്പോൾ ഇതാണ് 10% ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വലിയൊരു ഫുഡ് ചെയിൻ ആണെങ്കിൽ ആ ഫുഡ് ചെയിനിലെ ലാസ്റ്റുള്ള ആളുകൾക്ക് ലഭിക്കുന്ന എനർജിയുടെ എമൗണ്ട് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. That is 10% law. Law of 10% is another concept regarding the energy transfer. അതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ the transfer of energy from producer to consumer and from one consumer to the next consumer and finally to the higher tropical level. Only 10% of energy is transferred to each tropical level. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ട്രോപ്പിക്കൽ ലെവലിൽ നമ്മൾ ഇങ്ങനെ ഒരു പിക്ചറിലായിട്ട് വരയ്ക്കില്ലേ, ഇതിന് പറഞ്ഞ പേരാണ് എന്ത്, പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പിരമിഡ് ഓഫ് എനർജി കിട്ടിയോ, പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഫോം ടു അനദർ. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഈ എനർജി ഫ്ലോയിൽ നടക്കുന്നത്. അപ്പോൾ എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് യൂണി ഡയറക്ഷനിലാണ്. മാത്രമല്ല നമ്മൾ എന്ത് പറഞ്ഞു, അതിലവിടെ 10% ലോ, അതായത് സൺലൈറ്റിൽ നിന്നും 10% മാത്രമാണ് ആർക്ക് കിട്ടുന്നുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ പ്രൊഡ്യൂസേഴ്സിന്. അവിടെ നിന്നും 10% വെച്ചിട്ടാണ് ആ എല്ലാ ഓർഗാനിസത്തിനും എത്തിച്ചേരുന്നത്. ഇനി അടുത്തൊരു ടേമാണ് അവിടെ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, അതല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, അതല്ലെങ്കിൽ PAR. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ അതല്ലെങ്കിൽ PAR കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെന്താണ് ഈ PAR എന്ന് പറഞ്ഞാൽ, എന്താ PAR എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോ നമുക്കറിയാം എന്ത്, സോളാർ എനർജിയാണ് എന്ത്, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ഓർഗാനിസം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സോളാർ എനർജിയിലെ 50% സോളാർ എനർജി മാത്രമാണ് എന്ത്, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ആ 50% ആണ് എന്ത് പറയുന്നത്, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സോളാർ എനർജിയുടെ 50% മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ആ എനർജിയാണ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?